ഓം ശാന്തി. ജീവിതത്തിൽ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ലീഡറെ പോലെ, ഒരു വിജയിയെപ്പോലെ സന്തോഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ താമസിക്കുന്ന ലോകത്തിന് ലീഡറാവുക അതൊക്കെ ചില ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് വിചാരിച്ചോളൂ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് ലീഡറായിക്കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സഫലമായി എന്ന് നമുക്ക് തോന്നിപ്പോവില്ലേ? അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ലോകത്ത് നോക്കിയാൽ കാണാം, ഒരു ഓഫീസിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഒരു ബാങ്കിലാണെങ്കിലും കുറേ സ്റ്റാഫ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മാനേജറല്ലേ ഉള്ളൂ. ആ കാര്യങ്ങൾ അവിടുത്തെ ആളുകളെ മുഴുവൻ മാനേജ് ചെയ്യാനും ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രീതിയിൽ അവർ സ്വയം അവനവനെ വികസിപ്പിച്ചത് കൊണ്ടല്ലേ ആ സ്ഥലത്തെത്തുന്നത്. ഒരു നോക്കൂ, നമ്മളെ മന്ത്രിമാർ കുറേ ഉണ്ടാവും, പ്രധാനമന്ത്രി ഒന്നല്ലേ ഉള്ളൂ. ഒരു നാട്ടിൽ വന്നാലും അവിടുത്തെ പ്രസിഡൻ്റ് ആണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഒന്നേ രണ്ടേ പേരെ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില ക്വാളിറ്റീസാണ് അവരെയും അത്തരത്തിലാക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരു ഡിഫറൻ്റ് ആയിക്കൊണ്ട് പലപ്പോഴും ഞാൻ വീടുകളിലും കാണാറുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ. അതിൽ അച്ഛനാണോ അമ്മയാണോ വീട് ലീഡർ നോക്കിയാൽ ആരാണോ ആ വീടിൻ്റെ ഉള്ളിലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണാനും മുന്നോട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പവറായിട്ടുള്ള ആൾ, അത് അച്ഛനോ അമ്മയോ മകനോ മകളോ എന്നുള്ളതല്ല. ഓട്ടോമാറ്റിക്കലി മക്കൾ വളർന്നു വരുന്ന പ്രായം തൊട്ട് അവരും ആ വീടിന് നേതൃത്വം ഏറ്റെടുക്കുന്നത് കാണാറുണ്ട്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അഥവാ സക്സസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ക്വാളിറ്റി കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത്തരത്തിലുള്ളതായിട്ടുള്ളൊരു ഉയർന്ന വ്യക്തിത്വമാവാൻ സാധിക്കും. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തും ജീവിച്ചതിന് ശേഷവും എല്ലാവരും നമ്മളെ ഓർക്കാൻ ഉതകുന്ന രീതിയിലൊരു ജീവിതം, നമ്മളെപ്പോലെ ഇവരെപ്പോലെ എനിക്കാകണമായിരുന്നു എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, അതിന് നേടാൻ വേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ, ഏത് കാര്യവും എക്സലൻ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കണമെങ്കിൽ അതെങ്ങനെയെങ്കിലും തീർക്കുക എന്നൊരു വിചാരമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് ആ വെള്ളത്തിനോട് ദാഹം തോന്നണം. ആ രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് ചാർജ് ചെയ്തുകൊണ്ട് എനർജൈസ് ചെയ്ത് വെള്ളം കുടിക്കണം. ആഹാരം കഴിക്കുമ്പോൾ ഒരു ചോറും ചമ്മന്തി ആയാലും കുഴപ്പമില്ല, എന്ത് ഫുഡ് ആണട്ടെ, ആ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ ഈ ഫുഡ് എനിക്കൊന്ന് കഴിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് തോന്നണം അവർക്ക്. ആ രീതിയിൽ നിങ്ങൾ കാര്യം ചെയ്യാൻ പറ്റണം. കുക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഒരു കലയാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റണം. ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെ ക്ലീൻ ചെയ്യാൻ ആരുമില്ല എന്ന് പറയണം. സ്പീച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരെപ്പോലെ പറയാൻ ആർക്കും പറ്റില്ല എന്ന് പറയണം. ചെയ്യുന്ന കാര്യം എന്തോ ആ കാര്യത്തെ ഏറ്റവും നന്നാവാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വേണമെന്ന് പറയുന്നൊരവസ്ഥ വരും. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിജയിയാവുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുകയാണെങ്കിലും ഉണരുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിൽ തൊട്ട് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുക ഏതൊരു കാര്യവും ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒബ്സർവേഷൻ എന്നുള്ളത് വലിയൊരു കലയാണ്. നമ്മുടെ പല നടന്മാരും അവരുടെ ജീവിതത്തിൽ ജയിച്ച അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം അവരുടെ ഏറ്റവും വലിയ വിശേഷത. ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ അനുകരിക്കുന്ന ഒരാളാണെങ്കിൽ കൈ എങ്ങനെ പിടിക്കുന്നു, മുഖം എങ്ങനെ പിടിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എല്ലാം അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ കാര്യത്തെ എല്ലാ കാര്യം, ഓരോ വ്യക്തിയുടെ പെരുമാറ്റം, വ്യവഹാരം, സംസാരം എല്ലാം അവർ വാച്ച് ചെയ്യുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കാൻ കിട്ടാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ദൃശ്യമുണ്ട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഞാനൊരു പ്രാവശ്യം കണ്ണൂർ ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരുടെ ഫാമിലിയാണ്. അച്ഛനും അമ്മയും 2-3 മക്കളും ഉണ്ട്. ഒരു പൊതി ചോറ് കൊണ്ട് എവിടുന്നോ കിട്ടിയിട്ട് അവർ പങ്കിട്ട് കഴിക്കുകയാണ്. ആ കാര്യം അത് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ആ ആഹാരം എടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അമ്മ അതിൽ ചെറിയ കുട്ടിയുടെ മുടി എന്തോ ചെയ്യുന്നുണ്ട്, ഈ കുട്ടി അമ്മയ്ക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛൻ എന്തോ അലസായിട്ടിരിക്കുന്നുണ്ട്, എങ്കിലും ഈ കുട്ടി ആ അച്ഛൻ്റെ വായിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭിക്ഷക്കാരുടെ കുടുംബം, അതിലെ മറ്റ് 2 കുട്ടികൾ ആ ബസ് സ്റ്റാൻഡിനെ ഒരു കൊട്ടാരം പോലെ ആസ്വദിച്ചുകൊണ്ട് ഓടി നടന്ന് കളിച്ച് വന്ന് ഈ കുട്ടിയുടെ ഫുഡ് വാങ്ങുന്നുണ്ട്. ഒരു സന്തുഷ്ട കുടുംബങ്ങളിൽ കാണുന്നതായിരിക്കുന്ന വളരെ കുറച്ച് മൊമെൻറ്റ്സ് ആ ഒരു നിമിഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്തുപോയി,
ആഹാ, എന്ത് നല്ല കാര്യം. എല്ലാം ഉള്ള വീടുകളിലുള്ളിൽ ഇങ്ങനൊരു ഷെയറിങ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുടുംബങ്ങളൊക്കെ സ്വർഗ്ഗമായേനെ. ഇവർ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഈ ബസ് സ്റ്റാൻഡിനെ ഒരു കൊട്ടാരം പോലെ കണ്ടുകൊണ്ട് നോക്കുക ആസ്വദിക്കുന്ന ജീവിതത്തെ എന്ന്. പലപ്പോഴും പല മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നറിയോ. ഒരു കാര്യം, അത് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു കാര്യം. ഒപ്പം ജീവിതത്തിൽ ജയിച്ചതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ഫീൽഡിലും ടോപ്പിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെക്കുറിച്ച് അറിയാനും വായിക്കാനും പഠിക്കാനും അവരുടെ വിശേഷതകൾ എന്താണോ കാണാനും ശ്രമിക്കുക. ലോകത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം, അവരുടെ കുറവുകൾ എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കില്ല. അത്തരം ടീമിലേക്ക് ഒരിക്കലും പോകരുത്, അത്തരം വീഡിയോസ് ഒരിക്കലും കാണരുത്, അങ്ങനെയായിട്ടുള്ള ആളുകളുടെ സംഘത്തിലേക്ക് പോകരുത്. മറിച്ച് എങ്ങനെ പരിശ്രമിച്ചിട്ടാണ് അവർ ആ സീറ്റിലെത്തിയതെന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ ഒബ്സർവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അതുപോലെ ആയിത്തീരുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ ജീവിതം ഒരിക്കലും പഠനം നിന്നു പോകരുത്. പഠനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഏത് ഫീൽഡിലുണ്ടോ ആ ഫീൽഡിലുള്ളതായിട്ടുള്ള ആളുകൾ, അതിലെന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ഏതൊക്കെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അതിലുള്ളതായിട്ടുള്ള ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി എന്തെല്ലാം ട്രെയിനിങ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ, എല്ലാം നിങ്ങൾ പഠിക്കണം. ഒരിക്കലും പഠനം നിന്നു പോകുന്നുവെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചോ. അതുകൊണ്ട് പറയാറുണ്ട്, ലൈഫ് എന്ന് വെച്ചാൽ ലേൺ, റീലേൺ ആൻഡ് അൺലേൺ എന്നാണ്. പലപ്പോഴും ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇക്കാര്യം ഞാൻ മറക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് തിരിച്ചറിയുക. അവിടെ പുതിയ കാര്യം, അതിൻ്റെ പുതിയ സ്റ്റെപ്പ് പഠിച്ചുകൊണ്ട് പഴയതിന് ഒഴിവാക്കാനും തയ്യാറാവണം. പുതിയ കാര്യത്തെ പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഈ ജീവിതം എന്നതൊരു പഠനമാണ്. ഓരോ നിമിഷവും ഓരോ വിധത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് പഠിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് പോകണം. ഒപ്പത്തിനൊപ്പം എന്നും കുറച്ച് സമയം പഠിക്കുക എന്നതായിരിക്കുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫീൽഡിൽ എനിക്കിതാണ് ഫീൽഡ്, എൻ്റെ സ്പിരിച്വാലിറ്റി ആണ് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും പഠിക്കാതിരിക്കാറില്ല. ഒരുപാട് കാര്യങ്ങൾ ആസ്ട്രോളജിയെക്കുറിച്ചും എനിക്ക് ചാൻസ് കിട്ടി ഞാൻ പഠിക്കാറുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാൽ കിതാബിതായിട്ട് പുസ്തകങ്ങൾ പഠിക്കാറുണ്ട്. സ്പോർട്സിനെ കുറിച്ച് ഞാൻ പഠിക്കാറുണ്ട്. ബിസിനസ് ഫീൽഡായിട്ട് ടോപ്പായിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും വീഡിയോസ് അവരെ സ്പെഷ്യാലിറ്റി കണ്ട് പഠിച്ചു നോക്കാറുണ്ട്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എത്ര ക്ലാസ് കേൾക്കാമോ പഠിക്കാമോ ചെയ്യാറുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ കമൻറ്റുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ജീവിതം പഠനം എന്ന് പറയുന്നത് ആനന്ദമാണ്. പഠിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഫീൽഡിൽ ഒരാൾക്കൊരു കാര്യം വേണ്ടി വരുമ്പോൾ ഇവർ ഏറ്റവും ടോപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിക്കാനൊരു മനസ്സ് വരണം എന്നുണ്ടെങ്കിൽ പഠിക്കൂ. പഠനം, ഭഗവാൻ നമ്മളോട് പറയാറുണ്ട്, പഠിക്കലും പഠിപ്പിക്കലും എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതമാക്കി കഴിഞ്ഞാൽ ആനന്ദം ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് പഠനം അത് അനിവാര്യമായിരിക്കുന്നൊരു ഘടകമാണ്. മറ്റൊന്ന് സെൽഫ് അനാലിസിസ്. ജീവിതത്തിൽ മുന്നോട്ട് നമ്മൾ പോകുന്നില്ല എങ്കിൽ എന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു, അടുത്തെൻ്റെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, വീണ്ടും എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വീണ്ടും ചെയ്യുന്നു. അങ്ങനെ ഒരു ലൈഫിൽ എവിടെ നിന്നാണ് ഒരു ചേഞ്ച് ഉണ്ടാവുക? അതുകൊണ്ട് ദിവസവും രാത്രിയിൽ അവനവനെ പരിശോധിക്കാനും നമ്മുടെ കയ്യിൽ എന്താണോ ഒരു പോയിൻ്റെങ്കിലും, ഒരു പോയിൻ്റ് വേണ്ട 0.1% എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രോഗ്രസ് കൊണ്ടുവന്നു എന്ന് അവനവനെ പരിശോധിക്കാനും നോക്കണം. അതുകൊണ്ട് എയ്സ് എന്ന് പറയും. നമുക്ക് എ മീൻസ് ആക്ഷൻ. എന്നും ചെയ്യുന്ന ആക്ഷൻസിൽ എനിക്ക് റിസൾട്ട് ഇല്ലാത്ത ഒന്നാണോ അതിനൊഴിവാക്കുക. ഒരു പ്ലാൻ കണ്ടുകൊണ്ട് കുറേ വീഡിയോ കണ്ടു, കുറേ ക്ലാസ് കേട്ടു, കുറേ കാര്യങ്ങൾ കേട്ടു, ആ കേട്ടത് കൊണ്ട് മാത്രം മാറ്റം വരില്ല. അതിനെ തൻ്റെ കർമ്മത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായിട്ടുള്ള ആക്ഷൻ വേണം. മറ്റൊന്ന്, ഒരു ദിവസം 2 ദിവസം ചെയ്തു, 3-ാമത്തെ ദിവസം വരുമ്പോൾ മടുപ്പ് വന്നു, വേറൊരു കാര്യം കേട്ടു, അതുകൊണ്ട് ഇത് ഞാൻ വിട്ടു, അതിലേക്ക് പോയി. അങ്ങനെ ചെയ്യരുത്. കൺസിസ്റ്റൻസി. ഒരു കാര്യം റെഗുലറായി ചെയ്യുമ്പോഴാണ് അതൊരു എനർജി നമ്മളുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് നമ്മുടെ ലൈഫിലേക്ക് ആ കാര്യത്തൊരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 3-ാമത്തെ എഫക്റ്റീവ്നെസ്. ചെയ്യുന്ന കാര്യം കുറച്ച് നാൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചേരുന്നില്ല, ഊർജ്ജം വരുന്നില്ല, നിങ്ങൾക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനൊഴിവാക്കി പുതിയൊന്ന് സ്വീകരിക്കുക. അഥവാ ആ കാര്യത്തെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ചെയ്യണം. ഇതും അനിവാര്യമായ കാര്യമാണ്. 4-ാമത്തെ, നിങ്ങളുടെ സംഘം. ആരാണോ ജയിച്ചവരുടെ സംഘത്തിൽ കൂടുതൽ നിൽക്കുന്നത് അവർക്ക് ജയിക്കാൻ എളുപ്പമാണ്. എപ്പോഴും നമ്മൾ ചുറ്റുള്ളതായിരിക്കുന്ന 5 ആളുകളുടെ പ്രഭാവം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെ പ്രഭാവം എല്ലാ ദിവസവും ഉണ്ടാക്കും.
അതുകൊണ്ട് അങ്ങനെയും ഇങ്ങനെയും സമയം കളയുന്നവരുടെ എന്തൊക്കെയോ സംസാരിച്ചോ എന്തോ കണ്ടുകൊണ്ടോ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരുന്നിട്ടോ അല്ലെങ്കിൽ അവസാനം വരെ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ടോ പലതും കണ്ടിട്ടോ സമയം കളയുന്ന ആളുകളുടെ സംഘം നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയാതെ സംഘത്തിൻ്റെ പ്രഭാവം നമ്മളും വഴുതിപ്പോവും. സംഘത്തെക്കുറിച്ച് പരമാവധി ശ്രദ്ധിക്കണം. നല്ല ആളുകളായിട്ട് കൂട്ടുകൂടാൻ, മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാൻ. അപ്പോൾ ചിലർ പറയും ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് സംഘം കിട്ടുക? ലോകം അങ്ങനെയാണ്. നല്ല ആളുകളുടെ വീഡിയോ നിങ്ങൾ കാണൂ, പഠിക്കൂ, കേൾക്കൂ, ക്ലാസ്സുകൾ കേൾക്കൂ. മനസ്സുകൊണ്ട് അത്തരം ആളുകളൊപ്പം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം വൈകാതെ നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മളെന്തോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ അവിടുത്തെ രാജാവായിക്കൊണ്ട് അഥവാ ലീഡറായിക്കൊണ്ട് ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ചെയ്യണം. നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റാറായി മാറാനും സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.